ഹലോ ഗൈസ്, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ജോഡിയാണ് ദിവ്യ വേണുഗോപാലും ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും അല്ലേ ഗൈസ്. അപ്പോൾ അവരുടെ വീഡിയോസിന് താഴേക്ക് വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൾഗറായ രീതിയിലുള്ള കമൻറ്റുകൾ. അവർ തെറി വിളിച്ചുകൊണ്ട് അപ്പനും അമ്മയ്ക്കും വിളിച്ചുകൊണ്ടൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ അവർക്ക് കൾച്ചറില്ല എന്നൊക്കെ കൊണ്ട് കുറേ കമൻറ്റുകൾ കാണലുണ്ട് ഗൈസ്. അപ്പോൾ അവരുടെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതിനു മുമ്പ് അതായത് അവരുടെ മാരേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളെ വിഷയത്തെ എങ്ങനെ നോക്കി കാണണമെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അല്ലാണ്ട് ചുമ്മാ ഞാൻ ഇവിടെ നിൽക്കുന്ന വിളവിളെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും ഒരു കാര്യം ശ്രദ്ധിക്കുക. അവർക്ക് നല്ല ബോധമുള്ള, നല്ല വെളിവുള്ള ജീവിതാനുഭവങ്ങളുള്ള ആളുകളാണ്. ഓക്കെ, അവർ ജീവിതം കുറേ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസൊക്കെ, ജീവിതത്തിൽ കുറേ ഒറ്റപ്പെടലുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ ജീവിതം ഇങ്ങനെ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ, അവർ കാണിക്കുകയാണെങ്കിൽ, അതായത് അവരുടെ ലൈഫിൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പരസ്പരം കെയർ ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ അഭിനയം, സീരിയൽ വേൾഡിലൊക്കെ ഉള്ള ആളുകളാണ് രണ്ടുപേരും. അതേപോലെ ആക്ടിങ് ഒക്കെ ഉള്ളതില്ലേ, അതേപോലെ തന്നെ നല്ല രീതിയിൽ ലിറ്ററേച്ചർ, അതേപോലെ ആർട്ട് മേഖലയിലൊക്കെ ഉള്ള രണ്ടാളുകൾ. അതിൽ ക്രിസ് വേണുഗോപാൽ, അദ്ദേഹം നല്ല ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. 100ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. 98 എന്തോ പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ, അവരെ ആരും ജീവിതം പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗൈസ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് മറ്റാൾ ഇങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ മറ്റാൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്നൊരു കാര്യം നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് അത് ബാഡ് ആവുന്നില്ല ഗൈസ്. ഇപ്പോൾ പലരും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ എന്തെളിപ്പ് കൂന്തളിപ്പ് അങ്ങനെ അത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ അവരുടെ വീഡിയോസിന് താഴേക്ക് ഇങ്ങനെ കാണലുണ്ട്. അപ്പോൾ അവർ എന്താ പറയുക, കുറച്ച് ഡ്രമാറ്റിക്കായ രീതിയിൽ കെട്ടിപ്പിടിക്കുന്നതോ, അല്ലെങ്കിൽ അവർ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഉള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ ആളുകൾ അതിൻ്റെ താഴെ വന്നിട്ട് പലരും ഇതൊക്കെ നിങ്ങൾ ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, ഇതെന്തിനാണ് പബ്ലിക്കായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേർ ഇത് കണ്ട് എന്തായിരിക്കും അവരവസ്ഥ, സ്കൂളിൽ പോകുമ്പോൾ ആ പിള്ളേരോട് ടീച്ചേഴ്സ് എന്ത് പറയും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ എനിക്ക് വന്ന് ജെന്യൂനായ ഒരു കൺസിഡറേഷനും കെയറും വെച്ചുകൊണ്ടാണ് അങ്ങനെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ അറിയില്ല കേട്ടോ, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറയണത്. ആളുകൾക്ക് എന്താ വെച്ചാൽ മറ്റുള്ളവരിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അവിടുത്തെ സംഗതി ഇത്രയേ ഉള്ളൂ ഗൈസ്. അവർ ഇപ്പോൾ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ അവർക്കൊരു മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടി, അവരെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ വേണ്ടി, നെഗറ്റീവ് സംസാരിച്ചാൽ പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മളെ 10 പേര് അറിയണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കണ്ടൻറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഇവർ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയൊന്നല്ല, അതൊന്നല്ല എൻ്റെ പോയിൻറ്റ്. ഞാൻ പറഞ്ഞു വരും, ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കും. അതിനെന്താ, ഓരോരുത്തർക്കും ഓരോ സന്തോഷം ഉണ്ടാവില്ലേ ഗൈസ്. ഇപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കുന്നു, നിങ്ങൾക്കിപ്പോൾ ബിരിയാണി കഴിക്കണില്ല വിചാരിക്കുക. ഞാൻ ബിരിയാണി കഴിക്കണത് ഇപ്പോൾ ഇന്ന രീതിയിലുള്ള ഫുഡ് കഴിക്കണം, ഇന്ന രീതിയിൽ വേണം കഴിക്കാൻ, ഇന്ന ശൈലിയിൽ വേണം, അല്ലെങ്കിൽ എന്താ പറയുക, അത് ശബ്ദമില്ലാണ്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. അതുപോലെ മറ്റുള്ളവർ കഴിക്കണമെന്നോ ഇടപെടണമെന്നോ ഒന്നും ഇല്ലല്ലോ. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. അപ്പോൾ സംഗതി ഇത്രയുള്ള കേസ്. നമ്മൾ മറ്റുള്ളവർക്ക് ചട്ടം പഠിപ്പിക്കാൻ നമ്മളാരാ? ആളുകൾക്കൊക്കെ അവരുടേതായ ഫ്രീഡം ഉണ്ട്. അത് വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ജീവിതത്തെ ദുസ്സഹമാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനപ്പോൾ നമ്മളിപ്പോൾ അത് വലിയ കാര്യമായിട്ട് തീർക്കണത്? അപ്പോൾ അവരവരുടേതായ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യട്ടെ. അത്രയേ ഉള്ളൂ. അവർ അവരുടേതായ രീതിയിൽ ചെയ്യും. അതിപ്പോൾ നമുക്ക് ക്രിഞ്ചായിട്ടൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാകും, ചിലപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ പല ആളുകളും അത് ഇവിടെ വിഷയമല്ല. അത് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ സംഭവം ശരിയാണ്. അപ്പോൾ എന്ത് വിഷയത്തിലും നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം എന്താ വെച്ചാൽ, പല കാര്യങ്ങളും നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്രിഞ്ചായിട്ട് തോന്നൂലേ. നമ്മളിത് ഒരിക്കലും ചെയ്യൂല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങളും പലപ്പോഴും നമ്മൾ ചെയ്യലുണ്ട് അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു അവസ്ഥ ഇതിപ്പോൾ നമ്മുടെ കാര്യത്തിൽ തന്നെ എങ്ങനെയാണ്. അപ്പോൾ വേറൊരാളെ വെച്ചിട്ട് നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോഴുള്ള കാര്യം എന്താണ്? പിന്നെ പലരും ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ റീൽ വേൾഡ്, റിയൽ വേൾഡ് റിയൽ വേൾഡാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും. അപ്പോൾ അതെന്താണ് സംഗതി? ഇപ്പം അവരൊരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ പല ആളുകളും പല ആളുകളും ചെയ്യുന്നത് ഒരു കണ്ടൻറ് ക്രിയേഷൻ എന്ന രീതിയിലായിരിക്കും. അവരിങ്ങനെ പല കാര്യങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും, റീൽസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ AJP അലിൻ ജോസ് പെരേരയൊക്കെ അങ്ങനെ ചെയ്യണം. ഞാൻ അലിൻ ജോസ് പെരേരനെ ഇവരെയും കമ്പയർ ചെയ്യണതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഞാനൊരു പോയിൻറ്റിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയണമെന്ന് മാത്രം.
അപ്പോൾ എന്ന് കരുതിയിട്ട് AJP ശരിക്കുമുള്ള വേൾഡിൽ അങ്ങനെയാവണമെന്നുണ്ടോ? ഒരു നിർബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു, ഇതേപോലെ തന്നെയാണ് ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധറിൻ്റെയും അവസ്ഥ. അവരൊരു റീലിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു റിയൽ വേൾഡിൽ അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ അവർ ഇപ്പോൾ റിയൽ ലൈഫിൽ ചെയ്യുന്നൊരു കാര്യത്തിൻ്റെ ഒരു 10% 20% എക്സ്ട്രാ ഇട്ടിട്ടായിരിക്കും അവരൊരു റീല് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്ന് കരുതിയിട്ട് അവർ ശരിക്കും അത് അങ്ങനെയാണ് ഓവറാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് ഈ ഓവർ എന്നൊക്കെ പറയുന്നത്? നമ്മളാണോ ഓരോന്നിൻ്റെ ഇൻറ്റൻസിറ്റി തോത് വെച്ചിട്ടുള്ളത്? ഈ രീതിയിൽ ഈ ഒരു മെഷർമെൻറ്റിൽ വേണം കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. പിന്നെ അവർ കുറേ കാലം ഒറ്റയ്ക്ക് ജീവിച്ചവരും അതേപോലെ തന്നെ ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ട ആളുകളൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോയിൻറ്റുകളിലൊന്നും ഇതായിരുന്നു. അപ്പോൾ അവർ സ്നേഹിക്കട്ടെ എന്നേ നമുക്കതിൽ സന്തോഷിക്കാം. ഇനിയിപ്പോൾ നമുക്ക് അസൂയപ്പെടാനാണ് ഇഷ്ടമെങ്കിൽ അസൂയപ്പെടാം, അസൂയപ്പെടാനും തോന്നണമെങ്കിൽ അസൂയപ്പെടാം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പ്രാഗി പറഞ്ഞ തെറി വിളിച്ച് എന്താ ഇപ്പോൾ ഒരു സംഗതി? അപ്പോൾ ഇവിടെ എന്തൊക്കെ മോശമായിട്ടെന്നല്ല, പല രീതിയിൽ ചെയ്യുന്ന എന്തൊക്കെ ആളുകളുണ്ട്, ഏതൊക്കെ ടൈപ്പ് കാര്യങ്ങൾ ചെയ്യുന്ന എത്ര ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്കൊന്നും അവരെയൊക്കെ അംഗീകരിക്കുന്ന പല ആളുകളും അവരുടെ വീഡിയോസിന് താഴേക്ക് വന്ന് നല്ല പോസിറ്റീവായി കമൻറ്റ് ചെയ്യുന്ന പല ആളുകളും ഇവിടെ വന്നിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള 2-3 പേരെ കമൻറ്റ് കണ്ടു. അപ്പുറത്ത് അവർക്ക് അതൊക്കെ അംഗീകരിക്കാൻ പറ്റും. ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ആളുകളുടെ ഈ ഹെയ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അസുഖം എന്താ പറയുക, ഇവർക്ക് ക്രിഞ്ചായിട്ട് തോന്നുന്നത് അവരുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളതുകൊണ്ടാണ് തോന്നുന്നത് കേസ്. ഇപ്പോൾ ചില ആളുകളുണ്ട്, കാശുള്ള ആളുകളെ അല്ലെങ്കിൽ നല്ല സൗന്ദര്യം ഉണ്ട് തോന്നുന്ന ആളുകളെ അല്ലെങ്കിൽ വളരെ എക്സ്പ്രസീവായ ആളുകളെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തുക, സൈലൻ്റ് ആക്കുക, വേറെ പണിയില്ല നിങ്ങൾക്ക്, വല്ല കിളയ്ക്കാൻ പോയിക്കൂടെ, അങ്ങനെയുള്ള കമൻറ്റ് ഇടുക, അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കണം. പൊതുവെ മലയാളികൾക്ക് ഇത് കൂടുതലാണ് തോന്നുന്നത് കേസ്. ഇപ്പോൾ അമല ഷാജിർ ഒരു കാര്യം പറയട്ടെ, മലയാളികൾ അല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മറ്റ് ഭാഷകളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും, തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെയാണ്. മലയാളികൾ ഇപ്പോൾ എന്താ വെച്ചാൽ അവരവരുടേതായ ഒരു ഈഗോ വെച്ച് നമ്മളാണ് എല്ലാം തികഞ്ഞവർ 100% ആക്ച്വലി ഇത് നമ്മൾ മാനേഴ്സ് മര്യാദ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ സദാചാരക്കാരല്ല, നമ്മൾ കുലീന സ്ത്രീകളും കുലീന പുരുഷന്മാരും എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ജാടം തോന്നുന്ന കേസ്. അപ്പം നമുക്ക് പലതും അംഗീകരിക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്ന് കരുതിയിട്ട് അത് മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അത് നമ്മൾ അംഗീകരിച്ചില്ലേ നമ്മുടെ വിഷയമല്ല കേസ്, അവരുടെ വിഷയമല്ല.